പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലിനെ പല ഭാഗങ്ങളായി തിരിച്ച് തുടർച്ചയായി വായിച്ചു പോകുന്നതിൻ്റെ 10ാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇത് ഈ നോവലിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർ അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് മടങ്ങാം. അങ്ങനെ ഞാൻ എത്ര ദിവസങ്ങളാണ് കിടക്കയിൽ തന്നെ കഴിച്ചു കൂട്ടിയത് ഓർമ്മയില്ല. കണക്ക് കൂട്ടാൻ വയ്യ. ഞാൻ കലണ്ടറിൽ ചുവന്ന പെൻസിൽ കൊണ്ട് വട്ടമിട്ട് വെച്ചിട്ടില്ല. എന്തൊക്കെ നടന്നു, ആരൊക്കെ വന്നു, ഓർമ്മ പോരാ. കണ്ണു തുറക്കുമ്പോഴെല്ലാം ചന്ദ്രശേഖരനെ കാണാം. അവൻ എന്നെ വിട്ടു പോയില്ല. പാവം, നല്ല സ്നേഹിതൻ. ചിലപ്പോൾ അനന്തനെ കാണും, നല്ല അയൽക്കാരൻ. ഇടയ്ക്കിടെ ഒരു കഷണ്ടിത്തലയൻ ഡോക്ടറെ കാണും. എൻ്റെ ശരീരത്തിൽ സൂചി കുത്താൻ ഓങ്ങി നിൽക്കുന്ന മട്ടിലാണ് കാണുക. ഒരിക്കൽ പോലും രാഗിണിയെ കണ്ടില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ യക്ഷികളുടെ ലോകം കണ്ടു. ആകാശത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നീലയാണെന്ന് ആളുകൾ പറയും. നീല നിറമല്ലാത്ത ആകാശങ്ങളുണ്ട്. നീലാകാശത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചുവന്ന തുരങ്കം കാണാം. വളരെ സൂക്ഷിച്ചു നോക്കണം. ഈ തുരങ്കത്തിനപ്പുറത്ത് ഒരു ചുവന്ന ആകാശമുണ്ട്. ഈ തുരങ്കത്തിൻ്റെ പ്രവേശനദ്വാരത്തിൽ എപ്പോഴും വെള്ളമേഘങ്ങൾ കാണും. അവയുടെ രൂപം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവ പോമറേനിയൻ പട്ടികളുടെ രൂപം സ്വീകരിക്കും. ഇടയ്ക്കിടെ തോല് പൊളിച്ച പാലമരങ്ങൾ പോലെ നിവർന്നു നിൽക്കും. ഈ വെള്ളമേഘങ്ങൾ കടന്ന് തുരങ്കത്തിലെത്തണം. അപ്പോൾ യക്ഷികളുടെ ലോകം കാണാം. അവിടെ സംഗീതമുയരുന്നു, വാദ്യാഘോഷങ്ങൾ ഉയരുന്നു. നാം കണ്ടിട്ടില്ലാത്ത തരം ചെടികൾ എങ്ങും വളർന്നു നിൽക്കുന്നു. അവയിൽ പൂത്തു നിൽക്കുന്നത് ഇന്ദ്രനീലവും മരതകവും ഗോമേതകവും പുഷ്യരാഗവും ഒക്കെയാണ്. ഞാൻ ഒരു അരുവി കണ്ടു. നമ്മുടെ അരുവികൾ പോലെ തന്നെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടൊഴുകുന്നു. പക്ഷേ ഒഴുകുന്നത് വെള്ളമല്ല, ഉരുക്കിയൊഴിച്ച വെള്ളിയാണ്. അരുവിയിലേക്ക് ചരിഞ്ഞിറങ്ങി നിൽക്കുന്ന പുല്ലുകൾക്ക് പച്ച നിറമല്ല, ക്രിംസൺ വർണ്ണമാണ്. അരുവിയുടെ മുകളിൽ വലിയ തുമ്പികൾ പറക്കുന്നു. ഓരോന്നിനും 5-6 അടി നീളമുണ്ട്. സ്വർണത്തിൽ തീർത്ത ചിറകുകളാണ് അവയ്ക്ക്. ഈ തുമ്പികളുടെ പുറത്ത് കയറിയാണ് യക്ഷിക്കുഞ്ഞുങ്ങൾ അരുവിയിലേക്ക് കടക്കുന്നത്. അരുവിയുടെ വക്കിൽ നിന്നും ഒരു വലിയ പാത തുടങ്ങുന്നു. അതിലൊരു പരവതാനി വിരിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരെണ്ണം. സ്വർണ്ണ മത്സ്യങ്ങളുടെ തോലുകൾ ചേർത്ത് തുന്നിയാണ് ആ പരവതാനി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും അത് മങ്ങുകയില്ല. അതിൽ അഴുക്ക് പുരളുകയില്ല. യക്ഷികൾ അതിൽ ചവിട്ടിയല്ല നടക്കുന്നത്, അതിൽ തൊടാതെ ഒഴുകി നടക്കുന്നു. യക്ഷികൾ ചിലപ്പോൾ സൗരയൂഥം ചുറ്റിക്കാണാൻ പോകും. വാൽനക്ഷത്രങ്ങളെ അവർ പിടിച്ചു നിർത്തും. അവയുടെ വാലിൽ കയറിയാണ് പോകുന്നത്. ഒരേ വാലിൽ പല യക്ഷികളും കയറിയിരിക്കും. ഒരേ ബസ്സിൽ പലരും കയറുന്നത് പോലെ. ചെറിയ ഗ്രഹങ്ങളെ അവർ പന്ത് തട്ടുന്നു. അങ്ങനെ പന്ത് കളിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ചില ഗ്രഹങ്ങൾ വീണു പോകും. അപ്പോൾ ഭൂമിയിലെ പത്രങ്ങൾ എഴുതും ഗ്രഹങ്ങളുടെ ഭ്രമണപഥം മാറിക്കൊണ്ടിരിക്കുന്നെന്ന്. അവരുടെ ലോകത്തിൽ കടും നീല നിറത്തിലുള്ള ഒരു സൂര്യനാണ് പ്രകാശിക്കുന്നത്. യക്ഷികൾ ആ സൂര്യനിൽ നിന്നും കടും നീലച്ചായം തോണ്ടിയെടുക്കും. ആ ചായം കൊണ്ടാണ് അവർ കണ്ണെഴുതുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് അഗാധ നീലിമയുണ്ടാവും. നക്ഷത്രങ്ങളെ ഇടിച്ചു പൊടിയാക്കി അവർ മുഖം നിറയെ പൂശും. അത് കാണുമ്പോൾ യക്ഷന്മാരും ഗന്ധർവന്മാരും പാഞ്ഞെത്തും. യക്ഷന്മാർ കായികാഭ്യാസങ്ങൾ കാണിക്കും. ഗന്ധർവന്മാർ പാട്ടുപാടും. യക്ഷികളെ ആകർഷിക്കാനാണ് അഭ്യാസങ്ങളും ഗാനവും. ഒടുവിൽ യക്ഷികൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നു. ഭൂമിയിലെ സ്ത്രീകളുടെ ഹൃദയങ്ങൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ പെരുമ്പറകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പ്രായപൂർത്തി എത്താത്ത യക്ഷികളാണ് ആ പെരുമ്പറകൾ മുഴക്കുന്നത്. പ്രണയനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തവരുടെ തുടയെല്ലുകൾ ഭൂമിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ആ എല്ലുകളാണ് പെരുമ്പറയിൽ മുട്ടുന്നത്. തുടക്കത്തിൽ മെല്ലെ മെല്ലെ മുട്ടും. അപ്പോൾ യക്ഷികളും കാമുകരും നൃത്തം ചവിട്ടും. ക്രമേണ പെരുമ്പറകൾ അത്യുച്ചത്തിൽ അതിവേഗത്തിൽ മുഴങ്ങും. ഭൂമിയിലെ സ്ത്രീകളുടെ ഹൃദയങ്ങളിലെല്ലാം കുടിയിരിക്കുന്ന തേക്കത്തിൻ്റെ ശബ്ദമാണ് അപ്പോൾ ഉയരുന്നത്. ഈ ഘട്ടത്തിൽ നൃത്തം മദനോത്സവമായി മാറും. ദിനരാത്രങ്ങൾ പലത് കഴിഞ്ഞാലും നിലയ്ക്കാത്ത മദനോത്സവം. ഒടുവിൽ യക്ഷന്മാരും ഗന്ധർവന്മാരും തളർന്നു താഴെ വീഴും. അവർ മുട്ടുകുത്തി നിന്ന് യക്ഷികളോട് പ്രാർത്ഥിക്കും, സ്വീകരിക്കൂ, സ്ഥിരമായി സ്വീകരിക്കൂ. പക്ഷേ ഭൂരിപക്ഷം യക്ഷികളും ശാശ്വത ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നില്ല. പ്രായപൂർത്തി നിർണ്ണയിക്കാൻ അവരുടെ ലോകത്തിൽ ഒരു പരീക്ഷയുണ്ട്. നീല സൂര്യൻ്റെ നേരെ താഴെ പഞ്ചലോഹത്തിൽ തീർത്ത ഒരു കരിമ്പന നിൽക്കുന്നു. ആ പനയിൽ 3 തവണ കയറി ഇറങ്ങണം. നഗ്നകളായി കയറി ഇറങ്ങണം. 3ാമത്തെ തവണ ഇറങ്ങുമ്പോൾ മുലക്കണ്ണുകളിൽ നിന്നും ചോര തെറിക്കണം. ഇത്രയുമായാൽ പ്രായപൂർത്തിയാവും. യക്ഷികളുടെ റാണി ഒരു വലിയ സദസ്സിൻ്റെ മുൻപിൽ വച്ച് പരീക്ഷ ജയിച്ചവരെ പ്രായപൂർത്തിയായവരായി പ്രഖ്യാപിക്കും. രത്നഖചിതങ്ങളായ കിരീടങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഭൂമിയിലെ ചക്രവർത്തിമാരുടെ രക്തത്തിൽ വിരൽ മുക്കി പ്രായപൂർത്തി വന്നവർക്ക് റാണി പൊട്ടുതൊട്ടു കൊടുക്കും. യക്ഷികളുടെ നിത്യാഹാരം പാലാണ്. ആകാശഗംഗയിൽ നിന്നും അവർ പാല് കോരി കുടിക്കുന്നു. ആണ്ടിലൊരിക്കൽ പ്രായപൂർത്തി വന്ന യക്ഷികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആണ്ടിലൊരിക്കൽ അവർക്ക് മനുഷ്യൻ്റെ ചോര കുടിക്കണം. അത് അലംഘനീയമായ ഒരു നിയമമാണ്. അങ്ങനെ ചോര കുടിച്ചില്ലെങ്കിൽ അവരുടെ കാലുകൾ സ്വർണ്ണ മത്സ്യത്തിൻ്റെ തോലുകൊണ്ട് നിർമ്മിച്ച ആ പരവതാനിയിൽ മുട്ടും.
കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ഈ അത്ഭുത ലോകം 2-3 തവണ കണ്ടു. ഞാൻ വായിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ അപൂർണങ്ങളാണ്. തെറ്റായ വിവരങ്ങളും അവയിലുണ്ട്. പ്രായപൂർത്തി നിർണ്ണയിക്കാൻ നടത്തുന്ന പരീക്ഷയെപ്പറ്റി അവയിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ അത്ഭുത ലോകത്തിൽ ഞാൻ ഒരിക്കൽ പോലും രാഗിണിയെ കണ്ടിട്ടില്ല. എങ്ങനെ കാണാനാണ്? അവൾ ഭൂമിയിലല്ലേ? എത്ര തവണയാണ് എനിക്ക് കുത്തിവെച്ചത്? എന്നെ ഉറക്കി കിടത്തിയോ? ഓർമ്മയില്ല. ഒരു ദിവസം ഞാൻ കണ്ണു തുറന്നു. ചന്ദ്രശേഖരൻ മാത്രമാണ് അരികിലുണ്ടായിരുന്നത്. രാഗിണി എവിടെ? ഞാൻ ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. വീടോ? അവൾക്ക് വീടുണ്ടോ? അവൾ യക്ഷിയാണ്. അല്ല ശ്രീനി, അവൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഞാൻ എല്ലാം തിരുക്കി അറിഞ്ഞിരിക്കുന്നു. കഥകളെല്ലാം അനന്തൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ? എല്ലാം സത്യമാണ്. കാർത്യായനി അമ്മയോടും ഞാൻ സംസാരിച്ചു. നിന്നെ കൂടാതെ രാഗിണിക്ക് മറ്റാരുമില്ല. ബന്ധുവെന്ന് പറയാൻ വകയിലൊരു അമ്മാവൻ മാത്രമുണ്ട്. രാഗിണി എവിടെയാണിപ്പോൾ? അമ്മാവൻ്റെ വീട്ടിൽ. ഞാൻ പൊട്ടിച്ചിരിച്ചു. അവൾ നിങ്ങളെ എല്ലാം കബളിപ്പിച്ചിരിക്കുന്നു. എല്ലാവരെയും ഭയങ്കരമായി പറ്റിച്ചിരിക്കുന്നു. ഒരു യക്ഷിയുടെ സിദ്ധികൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ചറിയുക മാത്രമല്ല ചെയ്തത്. ഞാൻ യക്ഷികളുടെ ലോകം കണ്ടു. നിനക്കറിയാമോ? വാൽനക്ഷത്രങ്ങളിൽ കയറിയാണ് അവർ സൗരയൂഥം കാണാനിറങ്ങുന്നത്. നാം ഡബിൾ ഡക്കർ ബസ്സിൽ കയറി പട്ടണം ചുറ്റുന്നത് പോലെ. അവൻ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകൾ വിടർന്നില്ല. ആ മായാലോകത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവൻ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടാത്തത്? അവൻ വെറുതെ മന്ദഹസിച്ചു കൊണ്ടിരുന്നു. ദുഃഖം പുരണ്ട മന്ദഹാസം. ഒടുവിൽ അവൻ പറഞ്ഞു, ഇന്ന് രാഗിണിയുടെ ഒരു കത്ത് വന്നു. ഞാൻ മിണ്ടിയില്ല. നിനക്ക് കാണണ്ടേ? ഞാനെന്തിനു കാണണം? കല്യാണി അമ്മയ്ക്ക് വന്ന കത്താണ്. അപ്പോൾ ഞാനെന്തിനു കാണണം? നിൻ്റെയും രാഗിണിയുടെയും കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നീ വായിക്കണം. വേണ്ട. എന്നാൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കേശയിൽ നിന്നും അവൻ കത്തെടുത്തു. അവൾക്ക് മടങ്ങണമത്രേ. ഈ പരീക്ഷണഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് അവൾ പറയുന്നത്. എൻ്റെ തെറ്റിദ്ധാരണകൾ മാറുമെന്നും ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തിൽ നന്മ നിശേഷം നശിക്കാനിടയില്ലെന്നും ഏത് ഇരുട്ടിലും വെളിച്ചത്തിൻ്റെ ബീജമുണ്ടായിരിക്കുമെന്നുമൊക്കെ അവൾ ഉപന്യസിച്ചിരിക്കുന്നു. കണ്ടോ അവളുടെ തന്ത്രം കണ്ടോ? ഞാൻ ഉറക്കെ ചിരിച്ചു. എൻ്റെ ചിരി നിലയ്ക്കാതെ ദീർഘമായി തുടർന്നപ്പോൾ ചന്ദ്രശേഖരൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയി. നീ എന്തിനു കരയുന്നു? ഞാൻ ചോദിച്ചു. ഞാൻ കരയാതെ എന്തു ചെയ്യും? ആർക്ക് വേണ്ടി കരയുന്നു? നിനക്ക് വേണ്ടി. അല്ല, എനിക്ക് വേണ്ടി കരയുന്നു. ഒരേ ഒരു സ്നേഹിതൻ കരയുന്നു. ഞാൻ ദുർബലനാവുന്നു. എനിക്ക് വേണ്ടി നീ കരയുന്നതെന്ത്? നിനക്ക് വല്ലാത്ത മെൻ്റൽ ഷോക്ക് ഏറ്റിട്ടുണ്ട് ശ്രീനി. കാരണം കൂടാതെ നീ രാഗിണിയെ സംശയിച്ചു. നീ അവളെ കാണണം. നിന്റെ സംശയങ്ങൾ തീരും. നീ സ്വസ്ഥനാകും. എൻ്റെ കൂടെ നീ വരണം. വന്നില്ലെങ്കിൽ എൻ്റെ കണ്ണീർ തോരുകയില്ല. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ കീഴടങ്ങിപ്പോയി. ഒരു ടാക്സിയിൽ ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോയി. ഒരു ചെറിയ വീടിൻ്റെ മുൻപിൽ വണ്ടി നിന്നു. പടിപ്പുരയുള്ള പഴയ വീട്. മുറ്റത്ത് തുളസിത്തറയുണ്ട്. അതിനരികിൽ ക്രോട്ടൺ ചെടികൾ മരം പോലെ വളർന്നു നിൽക്കുന്നു. വീടിൻ്റെ ചുവരുകളിൽ എന്തൊരഴുക്കാണ്. ഒരു മൂലയിൽ ആരോ കാവ്യ കൊണ്ട് ഒരു ഹനുമാനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നരച്ച മുടിയും അകത്തേക്കൊരു വളവുമുള്ള ഒരു പ്രായം ചെന്ന മനുഷ്യൻ പുറത്തു വന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ ഞെട്ടി. എൻ്റെ മുഖം അയാളെ ഭയപ്പെടുത്തി. വീടിൻ്റെ ചുവരിൽ ഞാൻ മുട്ടി നോക്കി. തറയിൽ ചവിട്ടി നോക്കി. ചാഞ്ഞിറങ്ങുന്ന കൂരയിൽ നിന്നും ഞാൻ 3-4 ഓടുകൾ ഇളക്കി നോക്കി. ഇത് വീട് തന്നെയാണോ അതോ മിഥ്യയോ? യക്ഷികൾക്ക് എന്ത് മായവും കാണിക്കാൻ കഴിയും. കരിമ്പനകളെ കൊട്ടാരങ്ങളാക്കാൻ അവർക്ക് വിരുതുണ്ട്. അകത്തെ മുറിയിൽ ഒരു മൂലയിൽ രാഗിണി ഒതുങ്ങി നിന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൾ കരഞ്ഞു. ശ്രീനി, അടുത്ത് ചെല്ലൂ. എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കൂ. ചന്ദ്രശേഖരൻ മന്ത്രിച്ചു. എല്ലാം നീ ചെയ്താൽ മതി. നിന്നെ പിണക്കരുതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഞാൻ പിറുപിറുത്തു. രാഗിണി കേൾക്കത്തക്ക വിധം ചന്ദ്രശേഖരൻ ആ പ്രായം ചെന്ന മനുഷ്യനോട് പറഞ്ഞു. രാഗിണിയെ കൊണ്ടുപോകാനാണ് ശ്രീനി വന്നിരിക്കുന്നത്. ആ വകയിലൊരമ്മാവൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അയാൾ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല. ഒരു കുശലവും ചോദിച്ചില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ സ്ഥലം വിട്ടാൽ മതിയെന്ന് അയാൾ കരുതുന്നതായി തോന്നി. ഉടൻ തന്നെ പോകണമെന്നാണ് ശ്രീനി പറയുന്നത്. ചന്ദ്രശേഖരൻ പറഞ്ഞു. ഓടിളക്കരുത്, അമ്മാവൻ ശാസിച്ചു. ചന്ദ്രശേഖരൻ എൻ്റെ അടുത്ത് വന്നു. ശ്രീനി, ഒന്ന് വെറുതെ ഇരുന്നുകൂടെ? നമുക്ക് പോകാം. ഞാൻ മുറ്റത്തിറങ്ങി. രാഗിണി അമ്മാവൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നത് കണ്ടു. അവൾ ഒന്നിച്ച് ഞങ്ങൾ കാറിൽ കയറി. ആ യാത്ര എങ്ങനെയാണ് കലാശിച്ചത്? ഞാൻ ചന്ദ്രശേഖരനെ എവിടെ വെച്ച് പിരിഞ്ഞു? എങ്ങനെ പിരിഞ്ഞു? കാറിന് എന്തോ തകരാറ് പറ്റിയെന്ന് ഓർക്കുന്നു. കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ബോണറ്റ് പൊക്കി വെച്ചുകൊണ്ട് അകത്തേക്ക് തലയിട്ട് നിൽക്കുന്ന ഡ്രൈവറുടെ രൂപം മനസ്സിൽ തോന്നുന്നു. പിന്നെ ഓർമ്മ വന്നത് ആ യക്ഷിയമ്പലമാണ്. ഞാനും രാഗിണിയും അതിൻ്റെ മുന്നിലെത്തി. അപ്പോൾ വൈകുന്നേരമായി. എനിക്ക് യാതൊരു ഭയവും തോന്നിയില്ല. കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദത്തിൽ അവൾ സംസാരിച്ചു. ഞാൻ ശ്രീനിയോട് എൻ്റെ കഥ ഇന്നോളം പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും പറയണമെന്നുണ്ട്. പറയൂ രാഗിണി. ഇന്നോളം പറയാത്തത് എന്താണെന്ന് ശ്രീനി അത്ഭുതപ്പെടുന്നുണ്ടാകും. ഞാനൊന്നും പറഞ്ഞില്ല. അന്ന് ടൗൺ ഹാളിനടുത്ത് വെച്ച് ആരെങ്കിലും വിളിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. എൻ്റെ വിളി കേട്ട് ആര് നിന്നാലും മതിയായിരുന്നു. പക്ഷേ നിന്നത് ശ്രീനിയാണ്. അത് വിധിയുടെ വിനോദമായിരുന്നു. ഞാൻ നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നു. എൻ്റെ സൗന്ദര്യം എത്രയോ പേരെ വശീകരിച്ചിട്ടുണ്ട്.
സൗന്ദര്യം ചൂണ്ടലിൻ്റെ അറ്റത്ത് കോർത്ത ഈച്ചയായിരുന്നു. മത്സ്യങ്ങൾ വന്ന് കൊത്തണം, വിഴുങ്ങണം. പക്ഷേ ശ്രീനിയെ കണ്ടപ്പോൾ എൻ്റെ സൗന്ദര്യത്തിന് പുതിയൊരു ഉദ്ദേശമുണ്ടായി. ഈ സൗന്ദര്യം കാഴ്ചവെക്കണം, ഉള്ളു തുറന്ന് ശ്രീനിയുടെ കാലടികൾ കാഴ്ചവെക്കണം. അതിനുവേണ്ടി ഞാൻ എത്രമാത്രം ദാഹിച്ചെന്നോ ഓർക്കുന്നോ? ശ്രീനിക്ക് കവിഹൃദയമുണ്ടെന്ന് ഞാനൊരിക്കൽ പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല, ശ്രീനി ഒരു കവിയായിരുന്നു. പ്രേമിക്കാനും പ്രേമത്തെപ്പറ്റി പാടാനും മുതിർന്ന ഒരു കവി. ആ പ്രേമം എനിക്ക് വേണമെന്ന് തോന്നി. പാവൻ രാഗിണി. അവൾ സ്നേഹമുള്ള യക്ഷിയായിരുന്നു. അവളുടെ മുഴുവൻ സ്നേഹത്തിനും ഞാൻ പാത്രമായിരുന്നു. ആ യക്ഷിയമ്പലത്തിൻ്റെ മുൻപിൽ വെച്ച് അവൾ ആ കഥ പറയുന്നതിന് മുൻപ് ഞാൻ സത്യം മനസ്സിലാക്കിയില്ല. എത്ര വൈകിയാണ് ഞാനെല്ലാം അറിഞ്ഞത്. അവൾ മരിച്ചെന്ന് ആളുകൾ പറഞ്ഞേക്കാം. മരിച്ചിട്ടില്ല. എവിടെയോ ഉണ്ട്. ഏതോ പുതിയ രൂപം അവൾ സ്വീകരിച്ചിരിക്കുന്നു. അനാദികാലം മുതൽ അവൾക്കൊരു സുന്ദര രൂപമുണ്ടായിരുന്നു. അതുമാത്രമാണ് നശിച്ചത്. സാർവഭൗമനായ ദൈവമേ, ഭൂമിക്കടിയിൽ കിടക്കുന്ന ആ കിഴങ്ങിന് പുതിയ കൂമ്പുകൾ ഉണ്ടാകാൻ അങ്ങ് വിചാരിച്ചാൽ കഴിയുകയില്ലേ? ആ കൂമ്പുകൾ ഉയർന്നു വന്നാൽ അവയിൽ ചുവന്ന ഗ്ലാഡിയോല പുഷ്പങ്ങൾ വിരിഞ്ഞാൽ ഞാൻ അവയെ ചുംബിക്കും. അവയുടെ രക്തവർണം എനിക്കിഷ്ടപ്പെടും. രാഗിണി എൻ്റെ മടിയിൽ കിടന്നു. അവൾ പറഞ്ഞു, ശ്രീനിയുടെ പ്രേമത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം ദാഹിച്ചെന്നോ. പക്ഷേ നമ്മുടെ ലോകങ്ങൾ വിഭിന്നങ്ങളാണ്. രണ്ടിനും രണ്ടു തരം നിയമങ്ങളാണ്, നീതികളാണ്. അങ്ങനെ രാഗിണി കഥ പറഞ്ഞു തുടങ്ങി. ഒരു യക്ഷിയുടെ പതനത്തിൻ്റെ കഥ. ഇന്ന് അതിരാവിലെ ചന്ദ്രശേഖരൻ ഇവിടെ വന്നിരുന്നു. മുമ്പൊരിക്കലും അവനെ ഇത്ര പരിഭ്രാന്തനായി കണ്ടിട്ടില്ല. എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ രാഗിണിയെ കൊന്നുവെന്നാണ് അവരുടെ അഭ്യൂഹം. കല്ലുകൊണ്ട് ചതച്ചു കൊന്നത്രേ. ശരീരം വെട്ടിമുറിച്ചു സൾഫ്യൂരിക് ആസിഡിൽ കലക്കിക്കളയാൻ പോലും ഞാൻ മുതിർന്നെന്ന് അവർ പറയുന്നു. ആ പോലീസുകാരൻ ഡാലിയുടെ ഭാവനയെക്കുറിച്ച് ഓർത്തപ്പോൾ ചിരിക്കാൻ തോന്നി. പോലീസുകാർക്ക് കുറേ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാഗിണിയുടെ തലമുടിയിൽ പിടിച്ചു കറക്കി അവളെ തറയിലെറിഞ്ഞു. അവളുടെ തലയിൽ ആണിയടിക്കാൻ നോക്കി. അപ്പോൾ മുൻപ് തന്നെ ഞാൻ കൊലപാതകത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നെന്ന് തെളിയിക്കാനാവുമത്രേ. രാഗിണിയുടെ ഡയറി അവർ കണ്ടെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം അസന്തുഷ്ടമായിരുന്നെന്ന് ആ ഡയറി തെളിയിക്കും. പോരെ? എത്ര എളുപ്പത്തിൽ അവർ കേസുകൾ തെളിയിക്കുന്നു. കാക്കയണിഞ്ഞ ഡാലിയുടെ ബുദ്ധിവൈഭവത്തെ വാഴ്ത്താതെ വയ്യ. ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത് എന്ന താക്കീതോടു കൂടിയാണ് ചന്ദ്രശേഖരൻ യാത്ര പറഞ്ഞത്. അവൻ ഒരു നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ടത്രേ. ആരും എന്തും ചോദിക്കട്ടെ, രാഗിണി മരിച്ചിട്ടില്ല. അവൾ പുകച്ചുരുളുകളായി മാറിയതേയുള്ളൂ. എൻ്റെ മടിയിൽ വളരെ നേരം കിടന്നു അവൾ. പിന്നെയാണ് രൂപം മാറിയത്. അതിനു മുമ്പ് അവൾ ആ കഥ പറഞ്ഞു, അവളുടെ പതനത്തിൻ്റെ കഥ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യക്ഷികൾ ചോര കുടിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ കൂട്ടത്തിൽ രാഗിണിയും ഉണ്ടായിരുന്നു. ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അത്തവണ മാത്രമാണ് കരിമ്പന കയറാനും ചക്രവർത്തിമാരുടെ രക്തം കൊണ്ടുള്ള തിലകം നേടാനും അവൾക്ക് കഴിഞ്ഞത്. യക്ഷികൾ 4 ഭാഗത്തേക്കും പറന്നു. പാഞ്ചാലത്തിനും കലിംഗത്തിനും കാശ്മീരത്തിനും അവർ ചെന്നിറങ്ങി. വിദർഭദേശത്തും വംഗദേശത്തും അവർ ആളുകളെ കൊന്നു ചോര കുടിച്ചു. രാഗിണി കേരളത്തിലാണ് വന്നത്, കോഴിക്കോട്ടിൽ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ അതിശക്തനായ ഒരു സാമൂതിരി വാണിരുന്നു. സാമൂതിരിയുടെ കോവിലകത്തിനടുത്താണ് രാഗിണി ഇറങ്ങിയത്. അന്ന് പൂയം നക്ഷത്രമായിരുന്നു. സാമൂതിരി എഴുന്നള്ളുകയായിരുന്നു. തിരുവാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിപ്പട്ടം കെട്ടി ഒരു സ്വർണ്ണ പല്ലക്കിൽ കൊമ്പ് വിളിക്കുന്നവരും കുഴലൂതുന്നവരും മദ്ദളക്കാരനും മുന്നണിയിൽ നടന്നിരുന്നു. വെള്ളിയും പൊന്നും പതിച്ച പരിചകൾ അന്യോന്യം മുട്ടിക്കളിച്ചുകൊണ്ട് ഒരു സംഘം തൊട്ടു പിന്നിൽ നീങ്ങി. കൊടികളും കൊടിക്കൂരകളും മുത്തുകുടകളും മയിൽപ്പീലി കൊണ്ടുണ്ടാക്കിയ ആലവട്ടങ്ങളും ആ ഘോഷയാത്രയിലുടനീളം കാണാമായിരുന്നു. അണിഞ്ഞൊരുങ്ങിയ 7 സുന്ദരിമാർ വെള്ളിക്കിണ്ടികളിൽ നിറച്ചിരുന്ന പനിനീര് വീതിയിൽ തളിച്ചുകൊണ്ടിരുന്നു. അവരുടെ പിന്നിൽ കളരിയാശാന്മാർ തമ്മെപ്പണിക്കാർ നടന്നു. പട്ടിൽ പൊതിഞ്ഞ ചേരമാൻ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണിക്കരുടെ പിന്നിൽ സാമൂതിരിയുടെ പല്ലക്ക് നീങ്ങി. അതിന് പിന്നിൽ വെൺകൊറ്റക്കുട പിടിച്ചിരിക്കുന്ന ഒരു അതിമനോഹരി നടന്നിരുന്നു. താലമേന്തിയ പെണ്ണുങ്ങളും വിളക്കുകളേന്തിയ പെണ്ണുങ്ങളും പല്ലക്കിന് അകമ്പടി സേവിച്ചു. ഏറ്റവും ഒടുവിൽ ആയുധധാരികളായ ഏറാടിമാരും 30,000 നായന്മാരും നിരനിരയായി നടന്നു. മന്ദഗതിയിലാണ് ഘോഷയാത്ര നീങ്ങിയത്. തൻ്റെ ലോകത്തിലുള്ള കാഴ്ചകളെ വെല്ലുന്നതാണ് ഇതെന്ന് രാഗിണിക്ക് തോന്നി. ഒടുവിൽ വീഥികൾ വിജനമായി. രാഗിണി അങ്ങുമിങ്ങും ചുറ്റി സഞ്ചരിച്ചു. ഒരു കളരിയിലാണ് അവൾ ഒടുവിൽ കയറി ചെന്നത്. അവിടെ ചണ്ഡികാദേവി, നരസിംഹം, ഭൈരവൻ, രക്തേശ്വരി, രക്തചാമുണ്ഡി, വൈഷ്ണവി, വീരഭദ്രൻ എന്നീ മൂർത്തികളെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ സങ്കേതത്തിൽ അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും വീതിയിലേക്ക് ഇറങ്ങി. ആരെയും കണ്ടില്ല. എങ്ങും വിജനമാണ്, നിശബ്ദമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അകലെ നിന്നും ഒരാൾ നടന്നു വരുന്നത് കണ്ടു. രാഗിണി അയാളെ വിളിച്ചു. അതൊരു യുവാവായിരുന്നു. വിളി കേട്ട് അയാൾ നിന്നു. അയാളുടെ മുഖം അതിവികൃതമായിരുന്നു. ചുട്ടുപഴുപ്പിച്ച കാരിരുമ്പ് കൊണ്ട് ആരോ അയാളുടെ കവിളും മുഖവും പൊള്ളിച്ചു വിട്ടിരുന്നു. ചോര കുടിക്കുന്നതിന് മുൻപ് ആ മുഖത്തിൻ്റെ കഥ അറിയണമെന്ന് രാഗിണിക്ക് തോന്നി. ശോകം നിറഞ്ഞ ഒരു കഥയാണ് അവൾ കേട്ടത്. നെടിയിരിപ്പ് സ്വരൂപത്തിലെ ഒരു രാജസ്ത്രീയെ ഒരു കോലത്തിരി തമ്പുരാൻ കണ്ടു മോഹിച്ചു. അവൾ തമ്പുരാനെ സ്നേഹിച്ചില്ല. എങ്കിലും തമ്പുരാൻ അവളെ തട്ടിക്കൊണ്ടുവന്ന് ആരും അറിയാതെ രഹസ്യമായി പാർപ്പിച്ചു.
ഒരു ദിവസം കിളിവാതിലിലൂടെ അവൾ വീഥിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈ യുവാവിനെ കണ്ടു. കണ്ട ക്ഷണത്തിൽ പ്രേമം ജനിച്ചു. അവൾ ഒരു പൂമാല വീഥിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ പ്രേമം വളർന്നു. അയാൾ ഒരു കവിയായിരുന്നു. എന്നും അയാൾ ഒരു പ്രേമഗാനം എഴുതും. അതിലെഴുതിയ ഓല ഒരു അമ്പിൽ കോർത്ത് അയാൾ കിളിവാതിലിലേക്ക് എഴുതു പോന്നു. ഒരു ദിവസം കോൽത്തിരി അയാളെ കണ്ടുപിടിച്ചു. അയാളുടെ മുഖം മേലിൽ ഒരു യുവതിയുടെ ഹൃദയം കവർന്നുകൂടെന്ന് കോൽത്തിരി നിശ്ചയിച്ചു. കവിയുടെ മുഖത്ത് ചുട്ടുപഴുത്ത കാരിരുമ്പ് പതിഞ്ഞു. കാരിരുമ്പിന് നശിപ്പിക്കാനാവുന്നതായിരുന്നില്ല കവിയുടെ പ്രേമം. അയാൾ പിന്നെയും അവളെ പ്രേമിച്ചു, ആരാധിച്ചു. നിത്യേന പ്രേമഗാനം എഴുതിയ പതിവ് അയാൾ തുടർന്നു. അവ എത്തിച്ചു കൊടുക്കാൻ പുതിയ മാർഗം കണ്ടെത്തി. കോലത്തിരിയുടെ തോട്ടത്തിലുള്ള ഒരു വള്ളിക്കുടിൽ കവി പ്രേമഗാനങ്ങൾ നിക്ഷേപിച്ചു പോന്നു. അർദ്ധരാത്രിയിലാണത് ചെയ്തു പോന്നത്. കോലത്തിരി കണ്ടാൽ തലതെറിക്കും. അന്ന് രാത്രിയിലും കവി വള്ളിക്കുടിലേക്ക് പ്രേമഗാനവുമായി ചെല്ലുകയായിരുന്നു. രാഗിണി ആ ഗാനം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾ പാടി. മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയാണ് അയാൾ പാടിയത്. ആ സൗന്ദര്യത്തിൽ കാരിരുമ്പിന് പൊള്ളലുണ്ടാക്കാൻ വയ്യ. മനസ്സിൻ്റെ സൗന്ദര്യം സ്വീകരിക്കാൻ കവി കാമുകിയോട് ആവശ്യപ്പെടുന്നു. രാഗിണിക്ക് കവിയോട് അഗാധമായ സഹതാപം തോന്നി. അയാളുടെ പ്രേമത്തിൻ്റെ പരിശുദ്ധി അവളുടെ ആദരം നേടി. അയാളെ കൊന്നു ചോര കുടിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ കവിയെ വെറുതെ വിട്ടു. അന്ന് വെളുപ്പിന് ചോര കുടിച്ച ശേഷം മറ്റു യക്ഷികളെല്ലാം ഒന്നു ചേർന്നു. രാഗിണിയെ കണ്ടില്ല. അവർ തേടി നടന്നു. ഒടുവിൽ കോഴിക്കോട്ടെ വീഥികളിൽ അവർ അവളെ കണ്ടെത്തി. അപ്പോൾ കോഴി കൂവി. യക്ഷികൾ പറന്നു. ആകാശത്തിലെ ചുവന്ന തുരങ്കം വഴി അവർ സ്വന്തം ലോകത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ രാഗിണിയുടെ പാദം സ്വർണ്ണ മത്സ്യത്തിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ പരവതാനിയിൽ തൊട്ടു. യക്ഷികളുടെ റാണി കുപിതയായി. ശാപമുണ്ടായി. ഭൂമിയിലേക്ക് മടങ്ങണം. 1000 പുരുഷന്മാരുടെ ഭാര്യയായി ജീവിക്കണം. ഓരോ ഭർത്താവിനെയും കൊന്നു ചോര കുടിക്കണം. അങ്ങനെ ചെയ്താൽ യക്ഷികളുടെ ലോകത്തിലേക്ക് മടങ്ങാം. ഏതെങ്കിലും ഭർത്താവിൻ്റെ ചോര കുടിക്കാതിരുന്നാൽ രൂപം നശിക്കും. ഭൂമിയിൽ പോലും ചുറ്റിക്കറങ്ങാൻ വയ്യാതാവും. പുകച്ചുരുളുകളായി മാറും. അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കും. എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് പ്രേമം തുളുമ്പുന്ന കണ്ണുകളോടെ രാഗിണി എന്നെ നോക്കി. അവൾ കഥ തുടർന്നു. യക്ഷികളുടെ ലോകത്ത് നടക്കുന്ന മദനോത്സവത്തിൽ അവൾ പങ്കെടുത്തിരുന്നില്ല. അവൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ലല്ലോ. പെരുമ്പറകൾ മുഴക്കാനും മുതിർന്നവരുടെ ക്രീഡാവിലാസങ്ങൾ കാണാനും മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ പെരുമ്പറ മുഴക്കി നിൽക്കുമ്പോൾ ഒരു ഗന്ധർവൻ അവളെ മോഹിച്ചു, പ്രേമിച്ചു. ആ പ്രേമം അവൾ കൈക്കൊണ്ടു. ഉരുകിയ വെള്ളി ഒഴുകിപ്പോകുന്ന അരുവികളുടെ കരയിൽ അവർ എത്രയോ തവണ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. ശാപമുണ്ടായപ്പോൾ അവൻ വല്ലാതെ ദുഃഖിച്ചു. അവൻ രാഗിണിയെ പിന്തുടർന്ന് ഭൂമിയിൽ വന്നു. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ രാഗിണി ഒരു ഭാര്യയായി ജീവിച്ചു. അവൾക്ക് ഭർത്താക്കന്മാരെ കിട്ടാൻ പ്രയാസമുണ്ടായില്ല. പെരുമാക്കാന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മാടമ്പിമാരും സ്ഥാനികളും സാമന്തന്മാരും പണ്ഡിതന്മാരും പടനായകന്മാരും അവളുടെ ഭർത്താക്കന്മാരായിരുന്നു. അവർക്കെല്ലാം ഒരു രാത്രി മാത്രമേ അവളെ അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. കിടക്കറയിൽ അവരെ അത്ഭുത സ്തബ്ധരാക്കത്തക്ക വിധം കേളി നടത്തുകയും അതിനുശേഷം ഭീകരരൂപം പൂണ്ട് അവരെ പിളർന്നു കൊല്ലുകയുമായിരുന്നു പതിവ്. ഓരോ ഭർത്താവ് മരിക്കുമ്പോഴും അയാളുടെ ബന്ധുജനങ്ങൾ പ്രശ്നം വയ്ക്കുകയും മന്ത്രവാദികളെ വരുത്തുകയും അവളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. പണവും പ്രതാപവുമുള്ളവർ വർഷക്കണക്കിന് മന്ത്രവാദവും കുരുതിയും ഹോമവും എല്ലാം നടത്തിപ്പോന്നു. അതുമാത്രമായിരുന്നു ദുർഘടമുണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു ഭർത്താവിൻ്റെ ചോര കുടിച്ച ശേഷം മറ്റൊരാളെ തേടിയിറങ്ങാൻ വളരെ കാലം കാത്തിരിക്കേണ്ടതായി വന്നു. അങ്ങനെ കൊല്ലങ്ങൾ നീണ്ടു നൂറ്റാണ്ടുകളായി. ഓരോ ഭർത്താവിനെ സ്വീകരിക്കുമ്പോഴും ഗന്ധർവൻ മറഞ്ഞു നിന്ന് പാടും. അവൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു, വേഗം ഇയാളുടെ ചോര കുടിക്കൂ, അടുത്തയാളെ തേടൂ. ഞാൻ രാഗിണിയുടെ 1000ാമത്തെ ഭർത്താവാണ്. എൻ്റെ ചോര കുടിച്ചാൽ മാത്രമേ ശാപമോചനം കിട്ടൂ. എങ്കിലും അവൾക്ക് എൻ്റെ ചോര കുടിക്കാൻ തോന്നിയില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചു. ശ്രീനി ആ പഴയ കവിയുടെ പുനർജന്മമാണ്. കോലത്തിരിയുടെ രാജസ്ത്രീയെ പ്രേമിച്ച കവി, മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പാടിയ കവി. കവികളെ ഞാൻ സ്നേഹിക്കുന്നു. ഒരു കവിയോട് അനുകമ്പ കാണിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ ശാപം തന്നെ ഉണ്ടായത്. അപ്പോൾ കവികളോട് കോപമല്ലേ തോന്നേണ്ടത്? കോപമോ? കവിത എഴുതുന്നവർ ഗന്ധർവാംശമുള്ളവരാണ്. എന്നോട് അനുകമ്പ തോന്നിയെങ്കിൽ ഞാൻ ആ കവിയുടെ പുനർജന്മമാണെങ്കിൽ എന്നെ വിവാഹം ചെയ്തത് എന്തിന്? മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാമായിരുന്നില്ലേ? ശ്രീനിയുടെ ചോദ്യം നാം ആദ്യമായി കണ്ട രാത്രിയിൽ തന്നെ ഞാൻ സ്വയം ചോദിച്ചു. അതിനെ തുടർന്ന് വന്ന ദിവസങ്ങളിലും അതിനുത്തരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഉടനെ വന്ന് കാണാഞ്ഞത്. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി, ശ്രീനിയെ മറക്കാൻ നോക്കി. പക്ഷേ ശ്രീനി എൻ്റെ കരുണ മാത്രമല്ല നേടിയത്, എൻ്റെ സ്നേഹവും നേടി. അനുകമ്പയിൽ നിന്നാണ് സ്നേഹം തുടങ്ങിയത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാരിരുമ്പ് ചെയ്ത ദ്രോഹം ഇപ്പോൾ ലബോറട്ടറിയിലെ ആസിഡ് ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ എൻ്റെ സഹതാപം 1000 മടങ്ങായി വർദ്ധിച്ചു. ശ്രീനിക്കറിയാമോ, സ്നേഹത്തിൻ്റെ ഉദയം ഒരത്ഭുതമാണ്. അനുകമ്പ സ്നേഹത്തിൻ്റെ വിളനിലമാണ്. ദിവസം ചെല്ലുന്തോറും ശ്രീനിയെ എനിക്ക് കിട്ടിയേ തീരൂ എന്നായി. എൻ്റെ മോഹം അങ്ങനെ വളർന്നപ്പോൾ ഞാൻ ശാപമോചനം തേടുന്ന ഒരു യക്ഷിയല്ലാതായി. ഞാൻ പ്രേമം കൊതിക്കുന്ന ഒരു യാചകിയായി മാറി. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. എങ്കിലും ഒരു തവണ ഞാൻ എൻ്റെ പ്രേമം മറയ്ക്കാനും എൻ്റെ ലോകത്തേക്ക് മടങ്ങാനും ശ്രമിച്ചു. കന്യാകുമാരിയിൽ വെച്ചോ? അതെ. അന്ന് ശ്രീനി എന്നെ അനുഭവിച്ചിരുന്നെങ്കിൽ ശ്രീനി മരിക്കുമായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവൾ ചോദിച്ചു, ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ അന്നൊക്കെ ഞാൻ ഭയന്നിരുന്നു.
ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനൊരു യക്ഷിയാണെന്ന് ശ്രീനി മനസ്സിലാക്കി എന്നെ വെറുത്തു, ഭയന്നു. നശിപ്പിക്കാൻ ഹോമം പോലും നടത്തിയില്ലേ? യക്ഷിയല്ലെന്ന് വരുത്തി തീർക്കാൻ ഞാൻ ചിലതൊക്കെ ചെയ്തു, ഒരു മണ്ടിപ്പെണ്ണിനെ പോലെ. നിന്റെ കഥ അന്ന് തന്നെ പറയാത്തത് എന്താണ് രാഗിണി? അന്ന് ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നില്ല. എന്ത് തീരുമാനം? ഒരു മടയെപ്പോലെ അന്ന് ഞാൻ കരുതി പോന്നു. എന്ത്? ശ്രീനിയെ കൊല്ലാതെ തന്നെ എനിക്ക് ശാപമോചനം കിട്ടുമെന്നും ശ്രീനിയുടെ സ്നേഹത്തിൻ്റെ ചൂട് അനുഭവിച്ച ശേഷം മറ്റാരെങ്കിലും വിവാഹം ചെയ്ത് കൊല്ലാമെന്നുമൊക്കെ. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു. വെറുതെ വ്യാമോഹിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ശാപമോചനം വേണ്ട. എനിക്ക് ശ്രീനിയെ മതി. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ യക്ഷിയല്ലാതാകും ഉടൻ തന്നെ. ശാപമോചനം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച നിമിഷത്തിൽ എൻ്റെ അമാനുഷിക സിദ്ധികൾ എന്നെ വിട്ടുപിരിഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു മനുഷ്യസ്ത്രീയെ പോലെയായിരിക്കുന്നു. എനിക്കും ശ്രീനിക്കും ഇപ്പോൾ കൂട്ടിമുട്ട ഒന്നാകാം. നാം ഇപ്പോൾ ഒരേ തലത്തിലാണ്. വരൂ, ചുംബിക്കൂ. എനിക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എൻ്റെ മടിയിൽ കിടന്നിരുന്ന രാഗിണിയെ ഞാൻ മാറോടണച്ചു. ഞാൻ പറഞ്ഞു, രാഗിണി, നിന്റെ ശാപമോചനം നിന്നെ കാത്തിരിക്കുന്നു. എന്നെ വെറുതെ വിടേണ്ട. എൻ്റെ ചോര കുടിക്കൂ. വേണ്ട ശ്രീനി, എൻ്റെ തീരുമാനത്തിന് ഇളക്കമില്ല. എനിക്കൊരു കവിയെ കൊല്ലാനാവില്ല. ഞാൻ ഉള്ളൊഴിഞ്ഞ് സ്നേഹിക്കുന്ന ശ്രീനിയുടെ ചോര കുടിക്കുകയോ? ഒരിക്കലുമില്ല. എൻ്റെ അവസാനം അടുത്തിരിക്കുന്നു. ഞാൻ ക്ഷണത്തിൽ അദൃശ്യയാവും. അതിനു മുമ്പ് ഒരു തവണ മാത്രം എനിക്ക് ശ്രീനിയെ വേണം. വരൂ. ഞാൻ സ്നേഹനിധിയായ അവളെ ആപാദചൂടൻ ചുംബിച്ചു തുടങ്ങി. ഉറച്ചതെങ്കിലും മാർദ്ദവമുള്ള അവളുടെ മാറിടത്തിൽ ഞാൻ തലോടി. അവളുടെ അധരങ്ങൾ ദാഹത്തോടെ ഞാൻ പാനം ചെയ്തു. യക്ഷിയമ്പലത്തിൻ്റെ മുൻപിലുള്ള പുല്ലിന്മേൽ ഞങ്ങൾ ആലിംഗനബദ്ധരായി കിടന്നു. അപ്പോൾ ആ ഭയങ്കരമായ കഴിവുകേടു മടങ്ങി വന്നു. ഞാൻ കിതച്ചു. എൻ്റെ ഞരമ്പുകൾ എഴുന്നു നിന്നു. ഞാൻ വിയർത്തുപോയി. എൻ്റെ ചൂടിൻ്റെ കാമ്പിൽ മരവിപ്പിക്കുന്ന തണുപ്പ് തുളഞ്ഞു കയറി. ഞാൻ അവളുടെ ആലിംഗനത്തിൽ നിന്നും കുടഞ്ഞെഴുന്നേറ്റു. പോകരുതേ, പോകരുതേ. ആത്മാവിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നും അവളുടെ തകർന്ന മോഹത്തിൻ്റെ തേക്കമുയർന്നു. പിന്നെ എന്താണുണ്ടായത്? അവൾ നിരാശാഭരിതയായി എഴുന്നേറ്റു. അവളുടെ ശരീരം ചലിച്ചു. അവൾ ഫോക്കസ് തെറ്റിയ ഒരു ഛായാചിത്രത്തെപ്പോലെ അവ്യക്തയായി. അവൾ ഒന്നുലഞ്ഞു, പിന്നെ മങ്ങി. പുകച്ചുരുളുകൾ ഉയർന്നു. അവൾ അദൃശ്യയായി. അപ്പോൾ ആകാശം ചോരയിൽ കുളിച്ചിരുന്നു. ആകാശത്തിലെ തുരങ്കത്തിൻ്റെ മുഖത്തിന് ചുറ്റും ചുവന്ന പോമറേനിയൻ പട്ടികൾ മുങ്ങിക്കൊണ്ടിരുന്നു. കാടുകളിൽ നിണമൊഴുകി വന്നു. യക്ഷിയമ്പലം കുലുങ്ങിയിരുന്നു. പ്രിയപ്പെട്ട രാഗിണി, എൻ്റെ ചോരയല്ല നീ മോഹിച്ചത്, എൻ്റെ പൗരുഷമാണ്. ഒരിക്കലെങ്കിലും നിന്നോട് നീതി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരു നിമിഷം പോലും നിനക്ക് സന്തോഷം പകർന്നു തരാൻ എനിക്ക് സാധിച്ചില്ല. അനാദികാലം മുതൽ നീ സുന്ദരിയായി ഈ ഭൂമുഖത്ത് ചുറ്റിത്തിരിഞ്ഞു. നിന്റെ പാദങ്ങളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വന്നു വീണു. അവർ മരിച്ചെങ്കിലെന്ത്? നിന്റെ സൗന്ദര്യം ആസ്വദിച്ച് സംതൃപ്തരായാണ് അവർ മരിച്ചത്. പക്ഷേ അവർക്കൊക്കെയും നീ ശരീരം മാത്രമേ നൽകിയുള്ളൂ. എനിക്ക് നീ മനസ്സും ശരീരവും തന്നു. എന്നെ കാത്ത് എത്രയോ തവണ നിന്റെ ശരീരം ചൂട് പിടിച്ചിട്ടുണ്ട്. എനിക്ക് വഴങ്ങിത്തരാൻ വേണ്ടി നീ എത്രയോ രാത്രികൾ കാത്തിരുന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ ശക്തനായില്ല. എൻ്റെ സ്വപ്നത്തിൻ്റെ കോണിപ്പടിയിൽ നിന്നെന്ന പോലെ ഞാൻ എല്ലായ്പ്പോഴും താഴെ വീണുപോയി. ഒരിക്കലെങ്കിലും അന്ന് എനിക്ക് ശക്തനാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ നിന്റെ ലോകത്തെ കീഴടക്കി കഴിഞ്ഞേനെ. നിനക്ക് ശാപമോചനം കിട്ടിയേനെ. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പുരുഷ സമ്പർക്കം ഉണ്ടായിട്ടില്ലാത്ത ഒരു കന്യകയെപ്പോലെ നീ ആർത്തിയോടെ ആ യക്ഷിയമ്പലത്തിന് മുന്നിൽ മലർന്നു കിടന്നപ്പോഴും എനിക്ക് ശക്തനാവാമായിരുന്നില്ലേ? ഞാൻ അപ്പോഴും തോറ്റു. എത്ര ഭയങ്കരമാണ് ഈ തോൽവി! എൻ്റെ കുറ്റബോധത്തിന് എന്നെ കൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ പണ്ട് തന്നെ മണ്ണടിഞ്ഞേനെ. എനിക്ക് ശിക്ഷ കിട്ടണം. എൻ്റെ തെറ്റ് പൊറുക്കാവുന്നതല്ല. അതാ കോടതി കൂടുന്നു. ഏകാന്തമായ സമുദ്രതീരം ഞാൻ കാണുന്നു. മഞ്ഞ നിറമുള്ള ഒരു മൂടൽമഞ്ഞ് അതിനെ പൊതിഞ്ഞിരിക്കുന്നു. ആ തീരം അക്കരെയാണ്. ഞാൻ നിൽക്കുന്നത് ഒരു റോഡിലാണ്. ആ റോഡിൽ ചെഞ്ചായം തേച്ചിരിക്കുന്നു. അതിൽ പച്ച നിറമുള്ള തിരമാലകൾ ആഞ്ഞടിക്കുന്നു. റോഡിൽ നിന്നും ഞാൻ ആ തീരത്തേക്ക് ഉറ്റുനോക്കുകയാണ്. അതാ മൂടൽമഞ്ഞ് ഭാഗത്തേക്ക് നീങ്ങുന്നു. കോടതി സമ്മേളിച്ചു കഴിഞ്ഞു. ഞാൻ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നു. അപ്പോൾ ഒരു സംഘം ഗന്ധർവന്മാർ പാട്ടുപാടുന്നു. തലയും ഉടലും ഒന്നുപോലെ മൂടുന്ന ഒരു കറുത്ത തുണിയാണ് ന്യായാധിപൻ ധരിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ സ്ഥാനത്ത് മാത്രം 2 ദ്വാരങ്ങളുണ്ട്. അവയിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഉരുളുന്ന കൃഷ്ണമണികൾ കാണാം. ന്യായാധിപൻ നീണ്ട പിടിയുള്ള ഒരു കൊച്ചു വടികൊണ്ട് മേശയിൽ 4 തവണ മുട്ടുന്നു. ഗന്ധർവഗാനം നിലയ്ക്കുന്നു. എന്നെ കൂട്ടിൽ കയറ്റി നിർത്തുന്നു. ഒരു വൻപിച്ച ജനക്കൂട്ടം എന്നെ പൊതിയുന്നു. ശ്രീനിയെ കൊല്ലണം, കൊല്ലണം! ജനക്കൂട്ടം അട്ടഹസിക്കുന്നു. അതൊരു പെണ്ണിൻ്റെ ശബ്ദം ഉയരുന്നു. ശ്രീനിയെ കൊല്ലണം, സന്മാർഗിയെ കൊല്ലണം! വനജയാണ്. ന്യായാധിപൻ കൊട്ടുവടി കൊണ്ട് മേശയിൽ തുടരെ മുട്ടുന്നു. ജനക്കൂട്ടത്തിൻ്റെ അട്ടഹാസം നിലയ്ക്കുന്നു. ശ്രീനിയെ കൊല്ലാൻ പാടില്ലെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഹാജരുണ്ടോ? ന്യായാധിപൻ ചോദിക്കുന്നു. എല്ലാവരും ചുറ്റും നോക്കി. ശ്രീനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുമോ? അങ്ങനെ ജനങ്ങൾ പരസ്പരം ചോദിച്ചപ്പോൾ അനേകായിരം തേനീച്ചക്കൂടുകൾ ഇളകുന്ന ശബ്ദം കേൾക്കുന്നു. ന്യായാധിപൻ പിന്നെയും മേശയിൽ മുട്ടുന്നു. ശ്രീനിയെ കൊല്ലാൻ പാടില്ലെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഹാജരുണ്ടെങ്കിൽ കൈ ഉയർത്തണം. ഒരു കൈ ഉയരുന്നു. ഒരു പെണ്ണിൻ്റെ കൈ. നീണ്ടു വെളുത്ത സുന്ദരമായ ഒരു കൈ. സമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ് അത് ഉയരുന്നത്. ഉയരുക മാത്രമല്ല, വളരുന്നു. ആകാശത്തിലുള്ള ആ തുരങ്കത്തോളം അത് വളരുന്നു.
വളകൾ ധരിച്ച കൈയാണ്. ആ വളകൾ സൂര്യപ്രകാശം തട്ടിയപ്പോൾ ചിന്നിച്ചിതറിയ രശ്മികളുടെ പ്രഭാപൂരം സഹിക്കാനാവാതെ ന്യായാധിപൻ ആ കറുത്ത കുപ്പായത്തിൻ്റെ ദ്വാരങ്ങൾ മൂടുന്നു. ആ വളകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയതാണ്. ആ കൈ രാഗിണിയുടേതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നോവൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കഥ ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഇനി ഇതുപോലെ മറ്റൊരു കഥയുമായി ഞാൻ വരും വരേക്കും എല്ലാ കൂട്ടുകാർക്കും വിട.